നമസ്കാരം. കൗണ്ടർ പ്രസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. സിറ്റി റയൽ മത്സരത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. 3-1 എന്നുള്ള സ്കോർ ലൈനിൽ റയൽ സിറ്റിയെ തകർത്ത് തരിപ്പണാക്കുന്ന കാഴ്ച നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതിന്റെ ഡീപ് ലൈൻ ടാക്ടിക്കൽ അനാലിസിസിലേക്ക് നമുക്ക് കടക്കാം. അധികം സമയം കളയാണ്ട് തന്നെ നമുക്ക് നേരിട്ട് കാര്യങ്ങൾ കടക്കാം. കാരണം ഈ വീഡിയോ കാണുന്ന പലരും അല്ലെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാരും ഈ സ്കോർ ലൈൻ എന്താണെന്നുള്ളതും അല്ലെങ്കിൽ എംബാപ്പെ ഹാട്രിക് നേടിയതും ഒക്കെ അറിയുന്നവരായിരിക്കും. അപ്പോൾ വീണ്ടും അത് ആവർത്തനമായിട്ട് വീണ്ടും അതിനെക്കുറിച്ച് ഒരുപാട് ഇങ്ങനെ വലിച്ചു നീട്ടി പറയുന്നില്ല. സ്ട്രൈറ്റ് അവേ കാര്യങ്ങൾക്ക് കടക്കാം. സിറ്റിയുടെ ഷേപ്പിലേക്ക് വരുമ്പോൾ ഒരു 4-2-3-1 എന്നുള്ള ഷേപ്പിൽ തന്നെയാണ് അവർ അണിനിരക്കുന്നത്. അത് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഒരു 4-2-2-2 എന്നുള്ള ഫോർമേഷനിൽ അവർ അണിനിരക്കുന്നു. അവരുടെ സ്പേസ് ഉള്ളത് ഔട്ടർ ചാനലിലാണ്. ആ സ്പേസുകൾ ഒക്യുപ്പൈ ചെയ്യുന്നത് ഗോഡിയോളും കുസനോവും ആണ്. ഇതിൻ്റെതായ പ്രശ്നങ്ങൾ അതിലുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് കിടക്കാം. അതിനു മുന്നേ അവരെ വിങ്ങേഴ്സ് ഇൻവേർട്ട് ചെയ്തിട്ടുണ്ട്. മാമുഷ് ആയിരുന്നു അവരുടെ സ്ട്രൈക്കർ. കാരണം ആളിന്റെ അവൈലബിൾ ആയിരുന്നില്ല, ഇഞ്ചുറി ആയിരുന്നു. ഇനി അറ്റാക്കിംഗ് തേർഡിലേക്ക് വരുമ്പോൾ സിറ്റി കംപ്രസ് ചെയ്തിട്ട് ഒരു ഷേപ്പിൽ വന്നിരുന്നത് ഒരു 2-4-4 എന്നുള്ള ഷേപ്പിലായിരുന്നു. ഈ ഒരു ഷേപ്പിലും സിറ്റിക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം റയൽ മാഡ്രിഡ് അത്രയും കോമ്പാക്ട് ആയിട്ട് ഒരു 4-4-2 എന്നുള്ള ഷേപ്പിലായിരുന്നു ഡിഫെൻഡ് ചെയ്തിരുന്നത്. ആ 4-4-2 അത്രയും നാരോവും കോമ്പാക്ട് ആയിരുന്നു. അങ്ങനെ കോമ്പാക്ട് ആയിരിക്കുമ്പോൾ സ്പേസുകൾ അവൈലബിൾ ആവുന്നത് ഔട്ടർ ചാനലാണ്. പക്ഷെ സിറ്റിക്ക് എന്തുണ്ട്, ഗോഡിയോള് എന്നുള്ള നല്ലൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ലെഫ്റ്റ് ബാക്ക് സിറ്റിക്ക് ഉണ്ടെങ്കിലും റൈറ്റ് ബാക്ക് ആയിട്ട് കുസ്നോവിനെയായിരുന്നു പെപ്പ് അണിനിരത്തിയത്. അത് അതിൻ്റെതായ അറ്റാക്കിങ്ങിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം വെൽ നോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് സെൻസ് ഉള്ള റൈറ്റ് ബാക്ക് അല്ല കുസ്നോവ് ഉള്ളത്. അദ്ദേഹത്തിന്റെ ഡിഫെൻസീവ് എബിലിറ്റീസ് ഒക്കെ എല്ലാവർക്കും പരിചിതമാണെങ്കിലും അറ്റാക്കിംഗ് എബിലിറ്റീസ് ഒന്നും അദ്ദേഹം ആർക്കും തെളിയിച്ചു കഴിഞ്ഞിട്ടില്ല. കുസനോവിന്റെ പേസ് കൊണ്ടും മറ്റ് പ്ലേയേഴ്സിന്റെ അവൈലബിലിറ്റി ഇല്ലായ്മയൊക്കെ ആവാം റൈറ്റ് ബാക്ക് എന്നുള്ള രീതിക്ക് കുസനോവിനെ പെപ്പിനെ ട്രൈ ചെയ്യാൻ കാരണമാക്കിയത്. അതെന്തായാലും വർക്ക്ഔട്ട് ആയില്ല. കാരണം വിനീഷ്യസ് ജൂനിയർ ഒരുപാട് വെള്ളം കുടിപ്പിക്കുന്നുണ്ടായിരുന്നു കുസനോവിനെ ഇന്നലത്തെ മത്സരത്തിൽ നിന്നിട്ട്. സോ പക്ഷെ എന്നിരുന്നാലും ഈ ഒരു അറ്റാക്കിംഗ് സെൻസിൽ നോക്കുമ്പോൾ അതിൻ്റെതായ പോരായ്മകൾ അതിലും ഉണ്ടായിരുന്നതാണ്. ഇനി റയലിനെ സംബന്ധിച്ചിട്ട് നല്ല അഗ്രസീവ് ആയിട്ടുള്ള ഡിഫെൻഡിങ് ആയിരുന്നു, നല്ല എനർജറ്റിക് ആയിട്ടുള്ള പ്രസ്സിംഗ് ആയിരുന്നു. ഡിഫെൻസീവ് ഡ്യൂട്ടീസ് എല്ലാവരും അതേപോലെ ചെയ്തു. ഇതിന്റെ ഒരു കുഞ്ഞ് എക്സാമ്പിൾ ആയിരുന്നു മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റി. ആ ഒരു ബോള് മാമുഷ് ഇങ്ങനെ റിസീവ് ചെയ്തിട്ട് അതിങ്ങനെ പ്രോഗ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആ ഒരു ലാസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസിന്റെ കയ്യിൽ നിന്ന്. പക്ഷെ അപ്പോഴത്തേക്കും ബെല്ലിങ്ങും വന്നിട്ട് അത് കവർ ചെയ്തിട്ട് അത് റീഗെയിൻ ചെയ്യണം ആ ബോൾ. സോ അത്രയും എനർജറ്റിക് ആയിട്ടാണ് അവിടേക്ക് വന്നിട്ട് ആ ബോൾ ഡിഫെൻഡ് ചെയ്യുന്നത്. അപ്പൊ അതിൽ തന്നെ നമുക്ക് ഉറപ്പായിരുന്നു ആ ഒരു ടെമ്പോ റയൽ മാഡ്രിഡ് സെറ്റ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് റയൽ സെറ്റ് ചെയ്തിരുന്നത് അത്രയും ആയിരുന്നു എന്നുള്ളത്. അങ്ങനെ മത്സരത്തിന്റെ ഒരു 4-ാം മിനിറ്റ് ആകുമ്പോഴേക്കും ആദ്യത്തെ ഗോൾ റയൽ മാഡ്രിഡ് നേടിക്കഴിഞ്ഞു. പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതിന് തൊട്ട് മുന്നൊരു സെയിം ആയിട്ടുള്ള ഒരു ഏകദേശം ഒരു സെയിം ആയിട്ടുള്ള പാറ്റേൺ ആ ഗെയിമിൽ നമുക്ക് കാണാൻ പറ്റി. അത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷെ എന്നിട്ട് നല്ല നമുക്ക് അതിലേക്ക് ഒന്ന് കടന്നു നോക്കാം. സംഭവം റുഡിഗർ സെന്റർ ബാക്ക് പൊസിഷനിൽ നിന്നിട്ട് ഒരു ബോൾ റിസീവ് ചെയ്തിട്ട് അത് സ്വിച്ച് ചെയ്യുന്നതാണ് ഓപ്പോസിറ്റ് ഫ്ലാങ്കിലേക്ക്. ആ ഫ്ലാങ്കിൽ റോഡ്രിഗോ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് വന്നിട്ട് ആ ബോൾ റിസീവ് ചെയ്യാം. തൊട്ടരികത്ത് വാൽവർഡെ ഉണ്ട്. അങ്ങനെ ആ ബോൾ റിസീവ് ചെയ്ത് നേരെ ടേൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യ ഗോളിൽ കണ്ട സെയിം പാറ്റേൺ ഡിഫെൻസീവ് ലൈനിൽ കാണാം. എംബാപ്പെ ഇവിടെ 2 സെന്റർ ബാക്സിനെ ഒക്യുപ്പൈ ചെയ്തിട്ട് ഇൻ ബിഹൈൻഡ് റണ്ണ് നടത്തുന്നുണ്ട്. ആ റണ്ണ് നടത്തുന്നുണ്ട്, പക്ഷെ ആ ബോൾ റോഡ്രിഗോ പ്ലേ ചെയ്തില്ല. പക്ഷെ ഈ ഒരു ഇൻസ്റ്റൻസിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, സെന്റർ ബാക്സിന്റെ പൊസിഷനിങ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാരണം 2 സെന്റർ ബാക്ക് ഉള്ളതിൽ നടുക്ക് ഉള്ള പ്ലെയർ, അതായത് റൈറ്റ് സെന്റർ ബാക്ക് ആണ് ഇപ്പോ ലൈൻ ലീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലാസ്റ്റ് മാൻ ഓഫ് ഡിഫൻസ് ആയിട്ട് നിൽക്കുന്നത് റൈറ്റ് സെന്റർ ബാക്ക് ആണ്. ഐഡിയലി നമുക്ക് വേണ്ടതും ഇതാണ്. കാരണം റോഡ്രിഗോക്ക് അവിടെ ബോൾ കിട്ടി തിരിഞ്ഞ് നേരെ പ്ലേ ചെയ്യാനുള്ള സമയവും ആൾക്കൊരു ഐ ബാക്ക് ലിഫ്റ്റ് കൊടുത്തിട്ട് മുകളിലേക്ക് നോക്കിയിട്ട് പ്ലേയേഴ്സ് എവിടെയാണെന്നുള്ളത് നോക്കാനുള്ള സമയം കിട്ടി. അങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ പൊതുവെ ഡ്രോപ്പ് ചെയ്യും. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫ് സൈഡ് ലൈൻ ട്രാപ്പ് അല്ലെങ്കിൽ ഓഫ് സൈഡ് ട്രാപ്പ് സെറ്റ് ചെയ്തിട്ട് ജമ്പ് ചെയ്യാൻ പറ്റണം, ബാഴ്സലോണയൊക്കെ ചെയ്യുന്ന പോലെ. അതല്ല എന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക ടീമുകളും ചെയ്യുന്നത് ഡ്രോപ്പ് ചെയ്യായിരിക്കും. കാരണം നമുക്കറിയാം ഓപ്പോസിറ്റ് ഉള്ള സ്ട്രൈക്കർക്ക് നല്ല പേസ് ഉള്ള പ്ലെയർ ആണ്. എംബാപ്പെ പോലുള്ള പ്ലെയർ ഒക്കെ ഇൻ ബിഹൈൻഡ് റണ്ണ് നടത്തി കഴിഞ്ഞാൽ നമ്മളെ പേസിനെ ഔട്ട് ബീറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ 2-3 യാർഡുകൾ നമ്മൾ ഡ്രോപ്പ് ചെയ്യും. റൈറ്റ് സെന്റർ ബാക്ക് ലാസ്റ്റ് മാൻ ഓഫ് ഡിഫൻസ് ആയി നിൽക്കുന്ന കാരണം ഉണ്ട് കേട്ടോ. കാരണം ഒരു സ്വീപ്പറെ പോലെ ഇൻ ബിഹൈൻഡ് ബോൾസ് വരുമ്പോൾ അത് കവർ ചെയ്തിട്ട് ഡയഗണൽ ആയിട്ടുള്ള റണ്ണ് നടത്തിയിട്ട് കവർ ചെയ്യാൻ കൂടിയാണ്. അത് മാത്രമല്ല, ഓഫ് സൈഡ് ലൈൻ എവിടെ കീപ്പ് ചെയ്യണം എന്നുള്ളത് റൈറ്റ് സെന്റർ ബാക്കിനാണ് കൂടുതൽ എളുപ്പമായിട്ട് നിറവേറ്റാൻ കഴിയുക. കാരണം എംബാപ്പയെ കാണുന്ന പ്ലെയർ റൈറ്റ് സെന്റർ ബാക്ക് ആയിരിക്കും. മറ്റേ സെന്റർ ബാക്ക് എന്ന് പറയുന്നത് എംബാപ്പെ തന്റെ പുറകിലാണ്. സോ എവിടെയാണ് ആ പ്ലെയർ ഉള്ളത് എന്നുള്ളത് ഒരു ക്ലൂ ഉണ്ടായിരിക്കില്ല. അങ്ങനെ ഇതൊന്നും മനസ്സിൽ വെക്കുക, ഈ ഒരു പാറ്റേൺ, ഈ ഒരു പരിപാടി മനസ്സിൽ വെക്കുക. ഇനി നമുക്ക് ഗോളിലേക്ക് കിടക്കാം. റയലിന്റെ ഷേപ്പിലേക്ക് നോക്കുമ്പോൾ ഒരു വിയർഡ് ആയിട്ടുള്ള ഒരു ബാക്ക് ഫോർ ആണ് റയലിന് ഇപ്പോൾ ഉള്ളത്. അതായത് ഒരു പാരലൽ ആയിട്ട് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ബാക്ക് ഫോർ ആണ് റയലിനുള്ളത്. ഇതിനൊരു പേർപ്പസ് ഉണ്ട്. കാരണം
സിറ്റി പ്രസ് ചെയ്യുന്നത് നമുക്ക് കാണാം. 4-4-2 എന്നുള്ള ഷേപ്പിലാണ് സിറ്റി പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് ലൈൻ ഓഫ് പ്രസ്സിൽ 2 പേരാണ് സിറ്റിക്ക് ഉള്ളത്. ആ 2 പേർക്ക് കാര്യങ്ങൾ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഷേപ്പിൽ റയൽ ഇപ്പോൾ ഉള്ളത്. ഇത് മാത്രമല്ല, ബെല്ലിങ്ങും ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിൽ നിന്നിട്ട് ഡ്രോപ്പ് ഇൻ ചെയ്യാണ്. തന്നെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ, പ്രസ് ചെയ്യാൻ എന്താണ്, മാൻ ടു മാൻ ആണോ അവർ ചെയ്യുന്നത് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടും ഒരു സപ്പോർട്ട് എന്നുള്ള രീതിക്കും താഴേക്ക് ഇറങ്ങി വന്നിട്ട് 2 ബൗൺസ് പാസസ് കൊടുക്കുന്നു. അങ്ങനെ എസെൻസിയോടെ കയ്യിലേക്ക് ആ ബോൾ കിട്ടുകയാണ്. അവിടെ നിന്നിട്ട് എസെൻസിയോക്ക് നല്ല സമയം കിട്ടുകയാണ്. കാരണം സിറ്റി എനർജറ്റിക് ആയിട്ട് പ്രസ് ചെയ്യുന്നില്ല, യാതൊരുവിധ ഉദ്ദേശങ്ങളും ഇല്ല പോയിട്ട് പ്രസ് ചെയ്യാനുള്ളത്. അതേ കാര്യം സംഭവിക്കണം. അത് സംഭവിക്കുമ്പോൾ ഇവിടെ എംബാപ്പയുടെ റണ്ണും അതോടൊപ്പം തന്നെ സിറ്റിയുടെ ഡിഫൻസ് ലൈൻ്റെ ഷേപ്പ് നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ സാഹചര്യത്തിൽ റൈറ്റ് സെന്റർ ബാക്ക് ആയിരുന്നു ഫേർദസ്റ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് മാൻ ഓഫ് ഡിഫൻസിലുള്ളത്. ഇപ്പോ ലെഫ്റ്റ് സെന്റർ ബാക്ക് ആണ്. ഇതിന്റെ പ്രശ്നങ്ങൾ നമുക്കറിയാം. ഓഫ് സൈഡ് ലൈൻ എവിടെയാണെന്ന് അറിയാൻ കഴിയില്ല, പിന്നിലുള്ള പ്ലെയർ എവിടെയാണെന്നുള്ള യാതൊരു ഐഡിയയും ഉണ്ടാവില്ല. സോ കാര്യങ്ങൾ ബുദ്ധിമുട്ടാക്കും. അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ബോളാണ്, അല്ലെങ്കിൽ ചെറിയൊരു ഡയഗണൽ മാത്രമേ ആ ബോളിൽ ഉണ്ടായിരുന്നുള്ളൂ. സ്ട്രെയിറ്റ് ആയിട്ട് അത് ഡീൽ ചെയ്ത് കളയേണ്ട ഒരു ബോളും കൂടിയായിരുന്നു. പക്ഷെ അതിന്റെ ഫ്ലൈറ്റ് മിസ്ജഡ്ജ് ചെയ്തിട്ട് വലിയൊരു ബ്ലണ്ടർ അവിടെ റൂബൻ ഡിയാസ് ഉണ്ടാക്കാൻ, അങ്ങനെ അത് കൺസീഡ് ചെയ്യാണ്. എഡേഴ്സൺ ആണെങ്കിൽ ഒരു നോമാൻസ് ലാൻഡിലായിരുന്നു പൊസിഷനിങ്. ഫോർ ദ ബാക്ക് ഓൺ ദ ലൈനും അല്ല, അല്ലെങ്കിൽ വന്നിട്ട് അഡ്വാൻസ് ചെയ്ത് ക്ലോസ് ഡൗൺ ചെയ്യാനുള്ള പരിപാടിയിലല്ല. പക്ഷെ എംബാപ്പയുടെ ഫിനിഷ് എക്സലന്റ് ഫിനിഷ് ആയിരുന്നു. കാരണം ഓവർ ദ ടോപ്പ് ഓഫ് ദ കീപ്പർ ചിപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ലോബ് ചെയ്തിട്ട് ആ ഒരു ഫിനിഷ് നടത്താണ് എംബാപ്പെ. ഇനി ഗോൺസാലസ് ഇത് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഗോൺസാലസ് ആ ബോൾ പ്ലേ ചെയ്യുന്നതിനേക്കാളും മുന്നേ ഹാൻഡ് സിഗ്നൽ കൊടുത്തിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് അവിടെ എക്സ്പെക്ട് ചെയ്യുന്നുള്ള രീതിക്ക്, അതായത് ഡ്രോപ്പ് ചെയ്യുക അല്ലെങ്കിൽ അതിനോട് ഡീൽ ചെയ്യാൻ റെഡി ആവുക എന്നുള്ള രീതി. പക്ഷെ ഇതൊന്നും സിറ്റിയുടെ ഡിഫൻഡേഴ്സിന് കാണാൻ കഴിഞ്ഞില്ല. അറ്റ്ലീസ്റ്റ് അതിനെ ഡീൽ ചെയ്യേണ്ട രീതിക്ക് ഡീൽ ചെയ്യാനും കഴിഞ്ഞതുമില്ല. വിനി ജൂനിയർ ഇന്നലെ കുസ്നോവിനെ ഒരുപാട് വെള്ളം കുടിപ്പിക്കണം നമ്മളതിൽ കണ്ടു. പ്രത്യേകിച്ച് 1v1 സിറ്റുവേഷൻസിൽ 12 വിൻ ചെയ്യാനായിട്ട് ഡ്രിബ്ലിംഗ് എബിലിറ്റീസ് വിനി ജൂനിയർ ഒരുപാട് യൂസ് ചെയ്യുന്ന നമുക്ക് കണ്ടു. ഇതോടൊപ്പം തന്നെ മെൻഡിയുടെ റണ്ണുകളും വിനി ജൂനിയറിന് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ഒരു ചെറിയ ഇൻസ്റ്റൻസിലേക്ക് വരാം. വിനി പാസ് റിസീവ് ചെയ്യാണ് ആ ഒരു ലെഫ്റ്റ് വൈഡ് ചാനൽ നിന്നിട്ട്. ആ പാസ് റിസീവ് ചെയ്യുമ്പോൾ തന്നെ മെൻഡി അവിടെ ഒരു അണ്ടർലാപ്പിംഗ് റണ്ണ് നടത്താം. അപ്പോ നോർമലി അല്ലെങ്കിൽ ഐഡിയലി നമുക്ക് വേണ്ടത് നമ്മുടെ വിങ്ങർ ഡ്രോപ്പ് ഡൗൺ ചെയ്തിട്ട് ഒരു സപ്പോർട്ടായിട്ട് നിൽക്കും. കാരണം പല ടീമുകൾ ഉപയോഗിക്കുന്ന ടാക്ടിക് ആണത്. വിനീനെ പൂട്ടാനായിട്ട് ഡബിൾ അപ്പ് ചെയ്യും. ഈ റൈറ്റ് ബാക്കിന്റെ ഒപ്പം വേറൊരു പ്ലെയർ വന്നിട്ട് ഡെവലപ്പ് ചെയ്യും. ഒന്നില്ലെങ്കിൽ ഒരു മിഡ്ഫീൽഡർ ആയിരിക്കും, അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി ഒരു വിങ്ങർ ആയിരിക്കും. പക്ഷെ ഈ ഒരു ഇൻസ്റ്റൻസിൽ ഫോർഡിന് അത് ചെയ്യാൻ പറ്റാണ്ടാവുന്നു. കാരണം എന്താ, മെൻഡി അവിടെ ഒരു അണ്ടർലാപ്പിംഗ് റണ്ണ് നടത്തുന്നുണ്ട്. ആ റണ്ണ് നടത്തുമ്പോൾ ആ ഒരു ക്രിസ്നോവിന്റെ ഇൻസൈഡ് ചാനലിൽ പോയിട്ട് ഫോർഡിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം മെൻഡിയെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഫോർഡിന് ആ റണ്ണ് നടത്തി ഇങ്ങനെ ട്രാക്ക് ബാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ഒരു ഗ്യാപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ വിനി ജൂനിയർ തന്റെ എക്സ്പ്ലോസീവ്നെസ്സും ഡ്രിബ്ലിംഗ് സ്കിൽസും സ്റ്റെപ്പ് ഓവേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നേരെ കറക്കാണ്. ക്രിസ്നോവിനെ കറക്കി അത് നേരെ ആ ഒരു ബൈ ലൈനിൽ പോയിട്ട് ക്രോസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് സക്സസ്ഫുൾ ആയൊന്നുമില്ല. പക്ഷെ ആ ഒരു സംഭവം നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിരുന്നു. ഇന്ന് വെള്ളം കുടിക്കാനുള്ള ദിവസമാണ് ക്രിസ്നോവിനെ സംബന്ധിച്ച് എന്നുള്ളത്. റയലിന്റെ രണ്ടാമത്തെ ഗോൾ വരുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സെന്റർ ബാക്കിന്റെ കയ്യിൽ നിന്നിട്ട് മെൻഡി ആ ബോൾ റിസീവ് ചെയ്യണം. റിസീവ് ചെയ്തിട്ട് ആ ടച്ച് ഇൻസൈഡിലേക്ക് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈവ് ചെയ്യുന്ന പോലെ ആ ടച്ച് ഫോർവേഡ് എടുക്കാം. അങ്ങനെ എടുക്കുമ്പോൾ 2 പ്ലേയേഴ്സ് മെൻഡിനെ പ്രസ് ചെയ്യാനായിട്ട് ജമ്പ് ചെയ്യണം. അതിൽ ഫോർഡനും ഉണ്ട്, ഗുണ്ടോഗനും ഉണ്ട്. അവര് പ്രസ് ചെയ്യാൻ വേണ്ടി റെഡി ആയി നിൽക്കുമ്പോൾ സെവിന്യോനെ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കും. സെവിന്യോനെ സംബന്ധിച്ചിട്ട് സെവിന്യോയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ ഒരു പാസിംഗ് ലൈൻ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം മെൻഡി മറ്റേത് പാസ് നടത്തിയാലും, ഇപ്പൊ വിനിയിലേക്കുള്ള പാസ് നടത്തിയാലും വിനിക്ക് അത് റിസീവ് ചെയ്ത് ടേൺ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം കീപ്പറെ ഫേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പ്ലെയിനെ ഫേസ് ചെയ്തിട്ടാണ് വിനി നിൽക്കുന്നത്. സോ മറ്റു ഓപ്ഷൻസ് നോക്കുകയാണെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അവിടെ ചുമേനി ആ പാസ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ചസ് നടത്താനുള്ള സാധ്യത കൂടുതലാണ്. സ്വിച്ചുകൾ നടത്തി എന്ത് സംഭവിക്കും, സിറ്റിയുടെ ഒട്ടുമിക്ക പ്ലേയേഴ്സിനും സിറ്റി ഈ ഒരു സൈഡിന്റെ പിച്ചിന്റെ സൈഡിലേക്കാണ് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു സൈഡിലേക്ക് അങ്ങനെ അത്ര കമ്മിറ്റ് ചെയ്യുമ്പോൾ മറ്റു സൈഡിലേക്ക് സ്വിച്ചുകൾ വന്നു കഴിഞ്ഞാൽ എൻറ്റയർ ടീം ഷഫിൾ ചെയ്യേണ്ടി വരും. അതിന് സമയം എടുക്കും. ബോളിന് പ്രഷർ കൊടുക്കാൻ വേണ്ടി നമ്മൾ വൈകും. പിന്നെ പ്ലേയേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇൻ ദ മൊമെന്റ് അങ്ങോട്ട് ഇങ്ങോട്ട് പ്ലെയർ പൊസിഷൻ ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചതും. ആ ഒരു സെവിന്യോ ആ പാസിങ്ങിനെ അലവ് ചെയ്യുന്നു. ആ പാസിംഗ് ലൈൻ കട്ട് ചെയ്യാതെ അതിങ്ങനെ അലവ് ചെയ്തിട്ട് ചുമേനി ആ ടച്ച് എടുക്കുകയാണ്. ആ ടച്ച് പുറത്തേക്ക് എടുക്കുമ്പോൾ സെവിന്യോ പ്രസ് ചെയ്യുന്നുണ്ട്. പക്ഷെ സെവിന്യോ പ്രസ് ചെയ്യുന്നത് ചുമേനിയുടെ ബിഹൈൻഡിൽ നിന്നിട്ടാണ്. അപ്പോൾ പ്രഷർ ബിഹൈൻഡിൽ നിന്നായതുകൊണ്ട് ചുമേനിക്ക് ആ ടച്ച് എടുത്തിട്ട് നല്ല ബാക്കിംഗ് പ്രഷർ എടുത്തിട്ട് നേരെ പമ്പ് ചെയ്യണം. അപ്പോൾ ലോങ് ആ ബോൾ ഇങ്ങനെ ലോഞ്ച് ചെയ്യുമ്പോൾ നേരെ റിസീവ് ചെയ്യുന്നത് ഡ്രോപ്പ് ഇൻ ചെയ്ത് വന്നിട്ടുള്ള റോഡ്രിഗോ ആണ്. റോഡ്രിഗോ അത് റിസീവ് ചെയ്യുമ്പോൾ നേരെ ബോളിനെ പ്രസ് ചെയ്യാൻ വരുന്നത് ഗോൺസാലസ് ആണ്. ഗോൺസാലസിനെ നിങ്ങൾ ശ്രദ്ധിക്കുക. ബെല്ലിംഗത്തിന് ഐഡിയലി മാർക്ക് ചെയ്യേണ്ട പ്ലെയർ ആണ് ഗോൺസാലസ്. ഗോൺസാലസ് തന്റെ പൊസിഷൻ വിട്ട് വന്നിട്ട് നേരെ ബോളിന് പ്രസ് ചെയ്യാൻ വരുന്നു. ഗാർഡിയോളിന് ആ ബോൾ പ്രസ് ചെയ്യാൻ പറ്റില്ല.
ഇവൻച്വലി ഗാർഡിയോള പ്രസ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ വാൽവേർഡെ അവിടെ ഒരു ഓവർലാപ്പിംഗ് റൺ നടത്തുന്നുണ്ട്. അപ്പൊ വാൽവേർഡെ ഫ്രീ ആയിരിക്കും. സോ ഗാർഡിയോള അത് ഹോൾഡ് ചെയ്യുന്നു. നേരെ ഗോൺസാലസ് വന്ന് പ്രസ് ചെയ്യുമ്പോൾ ബെല്ലിങ്ങും അവിടെ ഇപ്പൊ ഫ്രീ ആണ്. അങ്ങനെ ഇത് മനസ്സിലാക്കുന്ന ബെല്ലിങ്ങം നേരെ ആ ഒരു പൊസിഷൻ ഓക്യുപ്പൈ ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു സ്പേസ് ഓക്യുപ്പൈ ചെയ്തിട്ട് അവിടെ നിൽക്കുന്നു. അവിടെ ഒരു 3v2 എന്നുള്ള ഒരു ട്രയാങ്കിൾ റയലി സ്പോണ്ടേനിയസ്ലി ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ അത് ക്രിയേറ്റ് ചെയ്തിട്ട് റയൽ അത് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാണ്. നേരെ ബെല്ലിങ്ങും അത് റിസീവ് ചെയ്തിട്ട് ഒരു പാസ് വിനി ജൂനിയർക്ക് നൽകാണ്. ഇതോടൊപ്പം തന്നെ റോഡ്രിഗോയുടെ റണ്ണ് നിങ്ങൾ ശ്രദ്ധിക്കാം. അണ്ടർലാപ്പ് ചെയ്തിട്ട് റോഡ്രിഗോ അതിന്റെ ഇടയിലൂടെ റണ്ണ് നടത്തുന്നുണ്ട്. റോഡ്രിഗോ ഇൻവോൾവ് ആവുന്നുണ്ട് ഈ ഗോളിൽ. വിനി ജൂനിയർ ഈ റണ്ണ് ഇങ്ങനെ നടത്തുമ്പോൾ 1v1 എന്നുള്ള സിറ്റുവേഷനിലാണ് വിനി ഉള്ളതും ഫാസ്റ്റ് ആയിട്ടുള്ള എംബാപ്പെ ഉള്ളത്. അപ്പൊ അങ്ങനെ നേരെ അത് വിനി നേരെ ക്രോസ് ചെയ്യാണ്. ഓൺ ദ ഗ്രൗണ്ട് ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ ഒരു 3v2 എന്നുള്ള ന്യൂമറിക്കൽ സുപ്പീരിയോറിറ്റി ഇപ്പൊ റയലിനുണ്ട്. റോഡ്രിഗോ അത് റിസീവ് ചെയ്തിട്ട് നേരെ ഒരു ടച്ച് അങ്ങോട്ട് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ബോൾ റോൾ ചെയ്തിട്ട് ആ ബോളിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഖുസ്നോവ് ആണ് അവിടെ ഡിഫെൻഡ് ചെയ്യുന്നത്. ഖുസ്നോവിനെ സംബന്ധിച്ചിട്ട് ഇപ്പൊ ഒരു 2v1 എന്നുള്ള സിറ്റുവേഷനാണ് ഖുസ്നോവ് ഉള്ളത്. കാരണം എൻറ്റയർലി സിറ്റിയുടെ ഡിഫെൻസീവ് ഷേപ്പ് ഒക്കെ തകരാറായി എടുക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഖുസ്നോവിന്റെ ഡിസിഷൻ മേക്കിംഗ് പാടുന്നത്. കാരണം ഇപ്പൊ ഈ ഒരു ആംഗിൾ അല്ലെങ്കിൽ ഈ ഒരു സീക്വൻസ് നോക്കി കഴിഞ്ഞാൽ കാണാം, ഇപ്പോ റോഡ്രിഗോ ഷോട്ട് എടുക്കുന്നതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം അദ്ദേഹത്തിന്റെ ബോഡി ഷേപ്പ് റോങ് ആയിട്ടാണ്. എടുത്താലും അധികം ബാക്ക് ലിഫ്റ്റോ പവറോ അതിൽ നിന്ന് കിട്ടുകയില്ല. അപ്പോ ക്രിസ്നോവിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ കമ്മിറ്റ് ചെയ്യേണ്ട യാതൊരു കാര്യവും അവിടെ ഇല്ല. പക്ഷെ ക്രിസ്നോവ് അത് കമ്മിറ്റ് ചെയ്യണം. കമ്മിറ്റ് ചെയ്യുമ്പോൾ നേരെ റോഡ്രിഗോ അത് മനസ്സിലാക്കിയിട്ട് നേരെ ഒരു പാസ് എംബാപ്പയ്ക്ക് കൊടുക്കുന്നു. പിന്നീട് അങ്ങോട്ട് ഉണ്ടായിരുന്നത് എംബാപ്പയുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആയിരുന്നു. ഗാർഡിയോൾ നേരെ വന്നത് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ വഴിക്ക് തന്നെ ഗാർഡിയോളിന് എംബാപ്പെ പറഞ്ഞു വിടുകയുണ്ടായിരുന്നു. അതിനെ പറഞ്ഞു വിട്ടിട്ട് അത് ഒരു കിടിലൻ ഫിനിഷില് എംബാപ്പെ അത് തീർക്കാണ് പരിപാടി. അമേസിംഗ് ആയിട്ടുള്ള ഫിനിഷ് ആയിരുന്നു. ആ ഒരു ഗോള് എംബാപ്പെ എന്നുള്ള സ്ട്രൈക്കറിനെ നമുക്ക് പരിചയപ്പെടുത്തി അല്ലെങ്കിൽ കാണിച്ചു തന്നു, അങ്ങനെ തന്നെ പറയാം. അപ്പോ അത് ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗോളായിരുന്നു. അങ്ങനെ ഇങ്ങനത്തെ ഒരുപാട് ഇൻസിഡൻസ് ഗെയിമിലുണ്ടായിരുന്നു. സിറ്റിയെ റയല് തരിപ്പണാക്കുന്നതാണ് നമുക്ക് കണ്ടത്. അങ്ങനെ ഇനിയും മികച്ച വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. അതുവരെ താങ്ക് യു സോ മച്ച്. വീണ്ടും കാണുക. താങ്ക് യു. ബൈ.